പുൽപ്പള്ളിയിൽ മധ്യസ്ഥ ശ്രമം കഴിഞ്ഞ് കാര്യങ്ങൾ വിവരിക്കുന്നതിനിടെ സംഘർഷമുണ്ടാക്കിയത് ബോധപൂർവമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ. പോൾ മരിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പുൽപ്പള്ളി കത്തിക്കണമെന്ന് ഇന്നലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പി ഗഗാറിൻ. ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ മരിച്ചാൽ നമുക്ക് വയനാട് കത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വളരെ ബോധപൂർവമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതില് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു കലാപുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചിലർ നീങ്ങുകയാണ്. സ്ഥലം MLA ചർച്ച ചെയ്ത് കാര്യം വിശദീകരിച്ചു കഴിഞ്ഞാൽ അയാളെ ആക്രമിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തില് ഒരു വൃത്തികെട്ട രീതിയല്ലേ? ആരായാലും അത് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശരിയായ നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയും? ആർക്കെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയോ? ഇതില് ചില താല്പര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അടങ്ങുന്നുണ്ട്. വളരെ കൃത്യമായ താല്പര്യങ്ങളാണ്. അപ്പൊ നമ്മള് എല്ലാവരും വയനാട്ടിൽ എല്ലാവരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മാനന്തവാടി സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെ 2 തവണ യോഗം വിളിച്ചു. വയനാട്ടിൽ മന്ത്രിമാരുടെ ഒരു ടീം പങ്കെടുത്തുകൊണ്ട് വയനാട്ടിൽ ഇതിനു വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ കൃത്യമായ പ്ലാനോടുകൂടി ഇത് ശാശ്വതമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ജാഗ്രത കുറെ കൂടി നല്ല നിലയിൽ ജാഗ്രത ഉണ്ടാകണമെന്ന ജനങ്ങളുടെ വികാരമൊക്കെ ശരിയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയുക വേണം. പക്ഷെ ഇതൊരു അരാജക രീതി. ബോഡി ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരിച്ച മനുഷ്യന്റെ ശവശരീരം വെച്ചുകൊണ്ട് വിലപേശുന്ന വളരെ പ്രാകൃതമായ ഒരു രീതി വയനാട്ടിൽ തുടർച്ചയായി ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം വൈകാരികത. പക്ഷെ തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യൻ തന്നെ പ്രാകൃതമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ ഉത്തരവാദപ്പെട്ട ചില ആളുകളെല്ലാം അതിൽ അടങ്ങുന്നു എന്നുള്ളതാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.